ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേം മോഡൽ എക്സാം ആണ്. വിത്ത് ആൻസർ കീ ഉണ്ടായിരിക്കും. ഇതിൽ 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ മോഡൽ എക്സാം ആണ്. നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ കീ, ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത മാസം നിങ്ങൾക്ക് എക്സാം ആണ്. ഡിസംബർ 15-ന് എല്ലാവർക്കും എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള മോഡൽ എക്സാമുകളുടെ ക്ലാസ്സുകൾ ഇനി മുതൽ നമ്മുടെ ചാനൽ എല്ലാ ക്ലാസ്സിൻ്റെയും അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കുക, ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് നോക്കുക, എന്നിട്ട് ആ ഭാഗം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓൾമോസ്റ്റ് ആ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കും അവർ മാറ്റി മാറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സെക്കൻഡ് ടേമിൽ ഇവാലുവേഷൻ 2024-25 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ എല്ലാം നമ്മൾ വായിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. घर पेड़ और तारे की याद लोकदा का अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखें. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഇത് വായിച്ച് ഇതിൻ്റെ ആൻസർ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് മാത്രമാണ് എല്ലാത്തിൻ്റെയും ആൻസറുകൾ ഒരുമിച്ചാണ് ഞാൻ പറയുന്നത്. ഓരോന്നിൻ്റെയും കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ പറയുന്നില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എഴുതില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരെണ്ണം കഴിഞ്ഞ് പറയാതിരിക്കുന്നത് കേട്ടോ. എല്ലാ 18 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 18 എണ്ണവും നിങ്ങൾ എഴുതി നോക്കുക. ശേഷം ലാസ്റ്റ് നമ്മൾ ആൻസർ കീ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. घर पहचानने के लिए बच्चे कौन सा निशान याद रखते थे? नमूने के अनुसार लिखे ആണ്. बच्चे पेड़ के पास पहुँचते हैं. അപ്പം നമ്മളതിനെ മാറ്റി ബच्चे पेड़ के पास पहुँचेंगे എന്നാക്കി. അതേപോലെ ബഹൻ ഖുഷി സെ ബോൽത്തി ഹെ ആണ്. അതിനെ എങ്ങനെ മാറ്റും നോക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മീനിങ് പറഞ്ഞു തരാം. കുട്ടികൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏത് അടയാളമാണ് ഓർമ്മ വെച്ചിട്ടുണ്ടായിരുന്നതെന്നാണ്. അപ്പോൾ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കണു. ഇനി നമ്മുടെ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോകകഥാ കെ ഈസ് പ്രസംഗ കെ ആധാർ പർ പട്കഥാ കാ ഏക് ദൃശ്യ ലിഖേ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പട്കഥ തയ്യാറാക്കുക. ഇപ്പോൾ വായിച്ച പാരഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അഥവാ ഇത് ക്വസ്റ്റ്യൻ युद्ध मानव जाति के लिए विनाशकारी है, युद्ध के विरुद्ध संदेश देते हुए പോസ്റ്റർ തയ്യാർ കരേ. ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് എഴുതിയില്ലെങ്കിൽ ഇത് എഴുതുക കേട്ടോ. അപ്പോൾ യുദ്ധത്തിന് എതിരായിട്ടൊരു പോസ്റ്റർ, യുദ്ധം നാശം വിതയ്ക്കും നമുക്ക് അറിയാലോ. അപ്പോൾ യുദ്ധവിരുദ്ധ പോസ്റ്റർ തയ്യാറാക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. സൂചന തന്നിട്ടുണ്ട്. जब गांधी जी की गाड़ी जोरी जली गई, लेख का ये अंश पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखे എന്നാണ്. അപ്പോൾ ഈ ഗാന്ധിജിയുടെ ഈ ഒരു 3 ലൈൻ വായിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ 4, 5, 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. അതിനുള്ള സമയം തരാം. 4ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ജോഡ്കർ ലിഖേം മെയിം പ്ലസ് കോ. ഗ്രാമർ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മെയിം പ്ലസ് കോ എന്താണ് എന്നുള്ളത് അതേപോലെ തന്നെ പലതും ചോദിക്കും ഇതേപോലെ വരുന്നത് കേട്ടോ. അപ്പോൾ വഹ് പ്ലസ് കോ ആയിരിക്കും, വേ പ്ലസ് ആയിരിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാം. അടുത്തത് 5ാമത്തെ കോഷ്ടക് സെ സഹി ശബ്ദ ചുൻകർ വാക്യ കോ ആകെ ബഡായെ ആണ്. ഈ 2 വേർഡ്സ് വെച്ച് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഗഡി ചോരി ചലി ഗയി, ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി. ഇനി ഇതും ഇതിൽ ചേർത്തിയിട്ട് ഈ സെൻറ്റൻസ് ഒന്നുകൂടി വലുതാക്കുക. 6ാമത്തെ ചോദ്യം.
वाइसरॉय की चाय पार्टी पर जाते समय गांधी जी की घड़ी चोरी चली गई. ഗാന്ധിജി ഉസ് ദിൻ കി ഡയറി കൽപ്പന കർക്കെ ലിഖേ. അപ്പോൾ ടീ പാർട്ടി വൈസ്രോയ്മാരുടെ ടീ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് ഗാന്ധിജിയുടെ വടി മോഷണം പോയി അല്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ അന്നത്തെ ദിവസത്തെ ഡയറിയാണ് തയ്യാറാക്കേണ്ടത്. എല്ലാത്തിനെയും മീനിങ് പറയുന്നുണ്ട്, അവസാനം എല്ലാത്തിൻ്റെ ആൻസർ. അപ്പം നിങ്ങളൊന്ന് എഴുതി നോക്കുക, ശേഷം ഉത്തരങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഫൂൽ കവിത की पंक्तियां पढ़े प्रश्न 7 और 8 के ഉത്തർ ലിഖേ. അപ്പോൾ ഫൂൽ കവിത വായിക്കുക. 3, 6, 8 ലൈൻസ് തന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നോക്കാം. 7 വിശേഷൺ ശബ്ദ ചുൻകർ ലിഖേ. അതിൽ ഏതാണ് വിശേഷൺ ശബ്ദ? ഹവ और മധുമക്കി പ്ലാസ്റ്റിക് के फूलों से क्यों असंतुष्ट है. കാറ്റും മധുമക്കിയും എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് കണ്ടപ്പോൾ അൺഹാപ്പി ആയത്? രണ്ടിൻ്റെയും മീനിങ് പറഞ്ഞിട്ടുണ്ട്, ആൻസർ എഴുതുക കേട്ടോ. അടുത്ത സൂചന ഫുട്ബോൾ के दिल का राजा लेख का अंश पढ़े और 9 से 11 तक के प्रश्नों के उत्तर लिखे. അപ്പോൾ ഫുട്ബോൾ के दिल का राजा അതിലത്തെ 4 ലൈൻ തന്നിട്ടുണ്ട്. അത് വായിച്ച് 9, 10, 11 ആൻസേഴ്സ്, അത്രയും 3 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ. 9th ക്വസ്റ്റ്യൻ സഹി പ്രസ്താവ് ചുൻകർ ലിഖയാണ്. ഇതിൽ 4 എണ്ണത്തിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക, എഴുതുക. 10 कई कठिनाइयों के शिकार होने पर भी पेले ने लोगों के दिल पर राज किया. ये कैसे संभव हो सका. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറും അതിൽ തന്നെ ഉണ്ട്, കണ്ടുപിടിക്കുക. 11 संकेतों की सहायता से पेले की जीवनी का अंश लिखे. ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി ചെയ്തത് കൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറവ്. ഞാൻ വായിച്ചു തരാം ഇത് എന്താണെന്ന്. विश्व का मशहूर फुटबॉलर 17वीं साल की उम्र में करियर की शुरुआत. 3 विश्व कप जीतने वाले एकमात्र खिलाड़ी. 29 दिसंबर 2022 में मृत्यु. പെലേനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് വായിച്ച് അയാളുടെ ഒരു ബയോഗ്രഫി തയ്യാറാക്കുക കേട്ടോ. അടുത്തത് ഓറുണ്ട്, നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ അടുത്തത് ഈ ഒരു മാസ്റ്റി ഫോളോയിങ് ചെയ്താലും മതി കേട്ടോ. സഹി മിലാനാണ്. ഫുട്ബോൾ के दिल के राजा के रूप में पेले की हुनर की तरफ सांतोस के लिए पेले गायरिंच ने अपनी प्रतिभा. मुस्कान भी मशहूर थी. नुमाइशी मंच खेलते थे. शराब पीकर बिगाड़ती. पेले प्रसिद्ध हो गए. अब ഇത് മാച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ സൂചന ചട്പട്ട് और नटखट कहानी का अंश पढ़े प्रश्न 12 और 13 के उत्तर लिखे. അപ്പോൾ ഈ ചട്പട്ട് और नटखट എന്നുള്ള കഹാനിത്തെ 2 ലൈൻസ് തന്നിട്ടുണ്ട്. ഇത് വായിച്ചുകൊണ്ട് 12, 13ന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടല്ലോ. 12ാമത്തെ ക്വസ്റ്റ്യൻ बड़े को छोटे का ध्यान रखना ही पड़ता है. माँ के इस कथन का संकेत क्या है. വലിയ ആള് ചെറിയ ആളെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അമ്മ ഇങ്ങനെ പറയാൻ ഉള്ളതിന്റെ കാരണം. അതിന് 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നോക്കുക, ആൻസർ എഴുതുക കേട്ടോ. നെക്സ്റ്റ് 13 नटखट के बारे में चटपट माँ से शिकायत करता है. इस प्रसंग पर माँ और चटपट के बीच की बातचीत लिखी. മായും അതുപോലെ ചട്പട്ടിന്റെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻ. ഓക്കെ, അടുത്ത സൂചന जन जन का चेहरा एक कविता की ये पंक्तियां पढ़े और 14 से 16 तक के प्रश्नों के उत्तर लिखे. ഓക്കെ, जन जन का चेहरा एक ഈ പോയട്രി വായിക്കുക. 14, 15, 16 ചോദ്യങ്ങളുടെ ഉത്തരം. 14 जन जन का चेहरा एक कविता के कवि कौन है. ആ കഥാകാരന്റെ പേര് മാത്രം എഴുതിയാൽ മതി കേട്ടോ. 15 അപ്പം നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിന്റെ ഓതേഴ്സ് എഴുതിയത് ആരാന്നും കൂടി പഠിച്ചു വെക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. समान आशय वाली पंक्तियां चुनकर लिखी. सारे संसार की आम जनता का एक ही दल है, उनका एक ही पक्ष है. ഈ ആശയം വരുന്ന വരികൾ ചൂസ് ചെയ്യുക, എഴുതുക. അടുത്ത ചോദ്യം കവി और कविता का परिचय देते हुए कवितांश का आशय लिखे. ഓക്കെ, അപ്പോൾ ഈ കവിതയുടെ ആശയവും നിങ്ങൾ എഴുതണം. ഇതാണ് ജൻ ജൻ കാ ചെഹ്റ ഏക്കാണ്. കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും ആശയം എഴുതുക. 4 മാർക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. അടുത്തത് जब गांधी जी की घड़ी चोरी चली गई लेख का ये अंश पढ़े और प्रश्न 17 और 18 के उत्तर लिखे. 17ഉം 18ഉം ഈ ഒരു 4 ലൈൻ വായിക്കുക. 17ഉം 18ഉം ഉത്തരങ്ങൾ എഴുതുക. 17 गांधी नाश्ते के लिए बकरी के दूध से बना दही साथ लाए थे. इसमें वे क्या संदेश देना चाहते हैं. ओके,
അപ്പോൾ ഗാന്ധിജി ഈ ആട്ടിൻ്റെ പാലിൽ ഉണ്ടാക്കിയ നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ അല്ലേ, നാഷ്തയ്ക്ക് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അദ്ദേഹം കൂടെ തന്നെ കൊണ്ടുവന്നത്? ഇസ്സേ വേ ക്യാ സന്ദേശം, ഇതിൽ നിന്ന് നമുക്ക് എന്ത് സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. 4 ഓപ്ഷൻ ഉണ്ട്, ആൻസർ കണ്ടെത്തി എഴുതുക. 18ാമത്തെ ചോദ്യം, वाइसरॉय की चाय पार्टी में गांधी अपना नाश्ता साथ लाए थे. इस घटना का जिक्र करते हुए लेडी माउंटबैटन अपनी सहेली के नाम पत्र लिखती है, वह पत्र लिखे. അപ്പോൾ വൈസ്രോയുടെ ടീ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയ ഗാന്ധിജി സ്വന്തം അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ നാശ്ത കഴിക്കാൻ വേണ്ടിയിട്ട്, ഫുഡ് കഴിക്കാൻ അദ്ദേഹം തന്നെ അദ്ദേഹം കയ്യിൽ കൊണ്ടുവന്ന എന്തായിരുന്നു, ആ ബക്കറി ഗോട്ടിൻ്റെ നെയ്യ് ഉണ്ടല്ലോ, ഗോട്ടിൻ്റെ പാലിലുണ്ടാക്കിയ, ആട്ടിൻ പാലിലുണ്ടാക്കിയ നെയ്യ് അദ്ദേഹം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ട ഫുഡ് അദ്ദേഹം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഘടന, ഈ ഒരു ഇൻസിഡൻറ്റ് ലേഡി മൗണ്ട് ബാറ്റൻ ഉണ്ട്, മൗണ്ട് ബാറ്റൻ്റെ ഭാര്യ. അന്ന് മൗണ്ട് ബാറ്റൻ ആണ് വൈസ്രോയുടെ ഭാര്യയാണ് ലേഡി മൗണ്ട് ബാറ്റൻ. അവരുടെ ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അഥവാ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 4 പ്രസ്താവ് ശരിയാണ് ഇതിൽ, അത് ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതണം. അപ്പം ഞാൻ ഇത് 6 വായിക്കാം, 4 സഹി നിങ്ങൾ എഴുതുക കേട്ടോ. ഗാന്ധിജിനെ ബഡേ अनमनेपन से माउंटबैटन की बातें सुनी. गांधी को अपनी पुरानी घड़ी बहुत पसंद थी. पिनेंदा गांधी के स्वागत के लिए बड़ी तैयारियां की गई. गांधीजी वाइसरॉय के सारे प्रबंध से संतुष्ट थे. गांधीजी अपना नाश्ता साथ लाए थे. गांधीजी ने वाइसरॉय का आमंत्रण स्वीकार नहीं किया. അപ്പോൾ നമ്മുടെ 18 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ആൻസർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കാം. പക്ഷെ അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നിങ്ങൾ അതിൻ്റെ ആൻസർ നോക്കുള്ളൂ. ഓരോന്നും കഴിഞ്ഞ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്നതിന് ഒരു യൂസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് എഴുതുക, ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക. നോക്കാം. അപ്പോൾ ആൻസർ കീ ആണ് ഇനി പറയുന്നത്. ആദ്യത്തെ फर्स्ट क्वेश्चन आंसर आना, घर के सामने सनोवर का एक पेड़ है, उसकी शाखाओं में हर सुबह 2 पक्षी गाते हैं और रात में उसकी शाखाओं के बीच से एक चमकीला तारा दिखाई देता है. രണ്ടാമത്തേൻ്റെ ആൻസർ ബഹൻ ഖുഷി സെ ബോലേഗി. മൂന്നാമത് നമുക്കൊരു പട്കഥയാണ്. ആ പട്കഥ ഇതുപോലെ നിങ്ങൾ എഴുതുക കേട്ടോ. ആദ്യം സ്ഥാൻ കൊടുക്കുക, പട്കഥേൻ്റെയാണ് ഇതെല്ലാം വരുന്നത്. സ്ഥാൻ ഗാവ് കാ രാസ്ത, സമയ് ഷാം കെ 5 बजे. पात्र 1, ആദ്യത്തെ ക്യാരക്ടർ ബായി 13 साल का लड़का, कुर्ता और पतलून पहना है. കുർത്തയും പതലൂനാണ് അവൻ്റെ ഡ്രസ്സിങ്. രണ്ടാമത്തെ ക്യാരക്ടർ ബഹൻ 11 साल की लड़की, फ्रॉक पहनी है, ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി ദൃശ്യത്തിന് വിവരണം കൊടുക്കുക. 2 बच्चे अपने घर की तलाश में एक साथ चल रहे हैं. लड़के की पीठ पर थैली है. लड़की बाई से अपनी संदेह प्रकट करती है. बाई उसको हिम्मत बंधाता है. ഓക്കെ, പട്കഥയാണ്. ഇനി നമുക്ക് സംവാദം ഉണ്ട്. ഓർ ക്വസ്റ്റ്യനിൽ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്, അതാണ് കേട്ടോ. ഓറാണ്. लड़की बाई लगता है हम कभी घर नहीं पहुंच पाएंगे. लड़का चलो हम उत्तर पश्चिम दिशा की ओर चलते हैं. मुझे उम्मीद है कि हम जरूर सनोबर के पेड़ और तारे के पास पहुंच पाएंगे. उस पेड़ इടയിൽ കുത്തുന്നുണ്ട് കേട്ടോ. पेड़ के बीच से तारा दिखाई देगा तो समझना कि घर आ गया है. അപ്പോൾ ഇവരുടെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻ ആണ്. ഒരു വഴി തെറ്റിയിട്ട് ഇവര് എന്താ പറയുക, എന്തോ ഒരു അടയാളം വെച്ചിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കോൺവെർസേഷൻ ആണ്. रास्ते के किनारे एक बलूत का पेड़ गड़ा है. लड़का उसके पास जाकर उसे एक टहनी तोड़ लेता है. ഇനി ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നമുക്കതിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി, യുദ്ധവിരുദ്ധ പോസ്റ്റർ, അതാണ് പോസ്റ്റർ നോക്കാം. ഇത് ഓർ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഇത് ഓർ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. 1 2 3 4 ഉണ്ട്. സംവാദം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അല്ലാണ്ട് വരുന്നതായിരിക്കണം നെക്സ്റ്റ് വരുന്ന പോസ്റ്റർ കേട്ടോ. അതിൽ ഓർ ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്. പോസ്റ്റർ നോക്കാം. യുദ്ധ കെ വിരുദ്ധാണ് പോസ്റ്റർ വരുന്നത്.
युद्ध मानव जाति के लिए विनाशकारी है, युद्ध से विकास नहीं सर्वनाश ही होता है, युद्ध छोड़ो शांति से रहो. हिरोशिमा दिवस August 6 ആണ്. युद्ध से दूर रहे मानव राशि को बचाए. ഹിന്ദി മൻ GHS പറവൂർ. നിങ്ങളുടെ സ്കൂളിലെ പേര് കൊടുക്കുക കേട്ടോ, ഏതാണെന്ന് വെച്ചാൽ. ഓക്കെ, 4. അപ്പോൾ അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെയാണ് സബായിട്ട് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസ് അവിടെ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 4th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് മുജെ ആണ്. നമ്മളവിടെ ഗ്രാമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് മുജെ ആണ്. നെക്സ്റ്റ് 5, ഗാന്ധിജിയുടെ വടി കളവ് പോയിന്റ് റിലേറ്റഡ് ചോദ്യം. ഗടി ചോരി ചലി ഗയി, ഗാന്ധിജി की गड़ी चोरी चली गई, गांधी की पुरानी गड़ी चोरी चली गई, റെയിൽഗാഡി में गांधी की पुरानी गड़ी चोरी. അതായത് നമ്മൾ ആ സെന്റൻസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അതിങ്ങനെ താഴേക്ക് എഴുതുക കേട്ടോ, ഇത് ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ. ആദ്യത്തെ സെന്റൻസ് ഗടി ചോരി ചലി ഗയി, അതിന്റെ താഴെ ഗാന്ധിജിക്ക് ഗടി ചോരി ചലി ഗയി, ഇത് രണ്ടാമത്തെ സെന്റൻസ് കേട്ടോ. താഴേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ, സെന്റൻസ് വലുതാക്കിയിട്ട് അതാണ്. ഗാന്ധിജിക്ക് പുരാനി ഗടി ചോരി ചലി ഗയി, ഇത് മൂന്നാമത്തെ ലൈനിൽ എഴുതുക. റെയിൽഗാഡി മേ ഗാന്ധിജിക്ക് പുരാനി ഗടി ചോരി ചലി ഗയി, ഇത് നാലാമത്തെ ലൈൻ കേട്ടോ. താഴേക്ക് നമ്മൾ എഴുതിയില്ലേ, ഇങ്ങനെ താഴേക്ക് എഴുതുന്ന സെന്റൻസ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതാണ്. അടുത്ത 6ാമത്തെ ഗാന്ധിജിയുടെ ഡയറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. 18, 11, 25 ഞാൻ കൊടുത്തു. ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. आज मेरे लिए बहुत अफसोस का दिन था, मुझे वाइसरॉय ने चाय पर बुलाया था, मैं वाइसरॉय भवन जा रहा था, रास्ते में रेलगाड़ी में किसी ने मेरी घड़ी चुरा कर ले गया. वह बहुत पुरानी घड़ी थी और मुझे बहुत प्यारी थी. उस घड़ी को मैं अपने धोती में कमर से टांगे रखता था और सोने से पहले रोज नियम से उसमें चाबी भरता था. पता नहीं उस चोर को मेरी घड़ी से क्या फायदा है. घड़ी खोने के कारण वाइसरॉय के साथ के चर्चा में मुझे घास रुझे रख न सकी. उन्हें याद दिलाई कि इस ब्रिटिश शासन में मेरी घड़ी तक सुरक्षित नहीं है. അപ്പോൾ ഇതൊരു ഡയറിയാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. 7ാമത്തേൻ്റെ ആൻസർ കോമൾ ആണ്. വിശേഷൺ ശബ്ദം ഏതാണെന്നുള്ളതിൻ്റെ ആൻസർ. 8, हवा फूलों की गंध, मधुमक्खी फूलों में मधु चाहती है, लेकिन प्लास्टिक के फूलों से ये संभव नहीं है, इसलिए वे असंतुष्ट है. 9ാമത്തേൻ്റെ ആൻസർ पहले संतोष क्लब का खिलाड़ी था. 10, पहले ने अपनी मेहनत, लगन, आकर्षक व्यक्तित्व, मुस्कान आदि से लोगों के दिल का राजा बन गए. 10 കഴിഞ്ഞു. ഇനി 11 പേലേന്റെ ജീവചരിത്രമാണ്. പേലേനെ കുറിച്ചിട്ട് ഫുട്ബോൾ കെ ഇതിഹാസ് കെ മഹാൻ ഖിലാഡി എഡ്സൺ അറണ്ടസ് ഡോക്ടർ നാസിമെന്റോ ജിനെ ദുനിയ, അതായത് അയാളുടെ പേര് റിയൽ നെയിം ഇതാണ് കേട്ടോ. जिन्हें दुनिया पेले के नाम से जानती है, वे 20वीं सदी के सबसे महान फुटबॉल खिलाड़ियों में ऐसे एक थे. उनका जन्म 23 अक्टूबर 1940 को ब्राज़ील के ट्रेस कोराकोस में हुआ. घर के गरीबी के कारण उन्होंने स्कूली शिक्षा नहीं पाई है. कई कठिनाइयों को सामने करते हुए वे आगे बढ़े. पेले ने अपनी करियर की शुरुआत ब्राज़ील के सांतोस क्लब से की थी. 1958, 1962 और 1970 में उन्होंने ब्राज़ील टीम के साथ 3 विश्व कप जीते. पेले ने अपने करियर में 1279 गोल किए. उन्होंने अपने बेहतरीन गेल से लोगों के दिल में जगह बनी ली. 29 दिसंबर 2022 को 82 साल की उम्र में उनका निधन हुआ. फीफा ने उन्हें 20वीं सदी की सर्वश्रेष्ठ खिलाड़ी के रूप में सम्मानित किया. അപ്പോൾ ഈ പെലെയുടെ ചാപ്റ്റർ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക, അതിൽ നിന്ന് ചോദ്യങ്ങൾ ഷുവറാണ്. ഇനി ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ വരും, സെയിം പെലേനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുക എന്നാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉറപ്പാണ് കേട്ടോ. ഫുട്ബോൾ കെ ദിൽ കെ രാജ കെ रूप में പെലെ പ്രസിദ്ധ हो गए. पेले के हुनर की तरह मुस्कान में मशहूर थी. सांतोस के लिए पेले नुमाइशी मैच खेलते थे. ഗൈറിഞ്ച ने अपनी प्रतिभा शराब पीकर बिगाड़ दी. ഇംഗ്ലീഷ് വേർഡ്സ് ആണ്, ചിലപ്പോൾ പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. 12 നട്ഗഡ് കാ ദേഖ്ഭാൽ കരേ എന്നാണ് ആൻസർ വരിക. 13 ബാത്ചീത്ത് ആണ്.
നമ്മളറിയാം ചട്പട്ട് മാ സെ നട്കട്ട് की शिकायत करना ആണ് ഇവിടെ വരിക. ചട്പട്ടും മായും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ചട്പട്ട്. अरे माँ जरा सुनो, माँ क्या बात है बेटा बताओ. चटपट स्कूल आते जाते समय रास्ते में नटखट बहुत परेशान करता है. माँ वह कैसे. चटपट रास्ते में मिलते सब चीज देखकर वही रुक जाता है. माँ वह छोटा है ना. चटपट तो क्या स्कूल जाने में देरी हो जाती है. माँ अरे बेटा बड़े को तो छोटे का ध्यान रखना ही पड़ता है. चटपट ठीक है माँ. 14 मुक्तिबोधाണ്. 15 पृथ्वी के गोल चारों ओर से धरातल पर हो जनता का दल एक पक्ष കേട്ടോ. इनी 16 कविता का सार आशയാണ്. അത് പറയാം. प्रस्तुत पंक्तियां हिंदी के प्रमुख कवि मुक्तिबोध की जन जन का. ആ മുക്തിബോധ് നമ്മൾ ഓതേഴ്സിന്റെ പേരും ചാപ്റ്ററിന്റെ പേരും എന്തായാലും നോക്കി വെക്കുക, അത് ആവശ്യം വരും. प्रस्तुत पंक्तियां हिंदी के प्रमुख कवि मुक्तिबोध की जन जन का चेहरा एक शीर्षक कविता से है. इसमें कवि ने दुनिया के हर इंसान के बीच समानता दर्शाया है. ഇതിൽ ഹിന്ദിയിൽ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു വരയാണ് കേട്ടോ. ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതാണ്. ഇത് വരയാക്കുക കേട്ടോ, കുത്തല്ല. ഫുൾ സ്റ്റോപ്പ് ഒരു വരയാണ്. कवि के अनुसार दुनिया के हर कोने के आम जनता की समस्याएं समान है और इनके विरुद्ध उनका संघर्ष भी समान है. कवि कहते हैं कि दुनिया भर में शोषण के विरुद्ध लड़ने वाले सब एक दल में है, पक्ष में है. शोषित जनता के मन में उदित सपनों का सितारा भी एक है. शोषण का अंत ही उसका लक्ष्य है. यहाँ सितारा शोषण से पीड़ित आम जनता की मुक्ति क्रांति भावना का प्रतीक है. गंगा ऐरावती मिनाम नील अमेज़न मिज़ोरी आदि दुनिया के तरह तरह प्रदेशों से होकर बहने वाली नदियां है. कवि कहते हैं कि इन समस्त नदियों की धारा जीवन का प्रवाह भी समान ही है. ये नदियां मनुष्य को निरंतर बढ़ते रहने की प्रेरणा देती है. इस तरह कविता सभी इंसानों के बीच एकता और साझे संघर्ष का संदेश देती है. ये कविता जनता के मन में उत्साह एवं प्रेरणा जगाती है. कविता बहुत सुंदर और आकर्षक बनी है. कविता की भाषा बहुत सरल है, पढ़ने और समझने में आसान भी है. അപ്പോൾ ആ കവിതയുടെ ജൻ ജൻ കാ ചെഹ്റ ഏക് എന്നുള്ള കവിതയുടെ ആശയമാണ്, ആസ്വാദനമാണ് പറഞ്ഞത്. ആവശ്യമുള്ളവർ ഇത് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. 17ാമത്തെ ആൻസർ സാദഗി ക. 18 ലേഡി മൗണ്ട് ബാറ്റൺ ക പത്രാണ് നമ്മളിനി പറയാൻ പോണത്. ലെറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ പ്ലേസ് കൊടുക്കുക, ഡേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് നിങ്ങൾ കൊടുത്തോളൂ. प्लेസും ഡേറ്റും എന്തായാലും മെൻഷൻ ചെയ്യുക. प्रिय सहेली तुम कैसी हो, आशा है तुम सकुशल हो. फुल स्टॉप ആണ്. एक खास बात बताने के लिए मैं ये पत्र भेज रही हूँ. നിനക്ക് സുഖാണെന്ന് കരുതുന്നു, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ലെറ്റർ എഴുതുന്നത്. कल हमारे भवन में गांधी जी को चाय पार्टी के लिए बुलाया था. रूम कूलर बढ़िया गाना आदि का प्रबंध किया था, लेकिन उन्होंने कोई भी सुविधा स्वीकार नहीं की. चर्चा के समय अनमनापन दिखाते रहे. अपनी घड़ी कोने की बात को लेकर वह अफसोस भी थे. पति के साथ बातें करने में उन्होंने कोई खास रुचि नहीं ली. नाश्ते की बारी आई तो उन्होंने कहा आप लोग लीजिए. उन्होंने अपना गाना साथ लाया है. इतनी हिम्मत और किसी में भी मैंने नहीं देखा. वे नाश्ते के लिए, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക, वे नाश्ते के लिए बकरी के दूध से बना दही लाया था. वे जिस चमचे से गाते थे वह टूटा हुआ था, लेकिन उसके टूटे हत्थे पर लकड़ी की गपची धागे से बांध दी गई थी. हम गांधी जी को देखते रह गए. मुझे अभी तक समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए ये आदमी वाइसरॉय की दावत जैसे जिंदगी के सबसे शानदार मौके का मजा किरकिरा क्यों कर रहा है. कौन जाने उनका उद्देश्य क्या था. जो भी हो वे एक अजीब आदमी है. घर में माता पिता कैसे है, उनको मेरा प्रणाम करना. जवाब ही प्रतीक्षा में तुम्हारी सहेली. हस्ताक्षर नेम കൊടുക്കുക, സേവാമേമിലും പേരും അഡ്രസ്സും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആർക്കാണ് അയക്കേണ്ടത് നിങ്ങൾ എഴുതേണ്ടത്.
ഇത്രയാണ് ലെറ്റർ. ഇതിന്റെ മീനിങ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ ആ ചാപ്റ്ററിൽ. അപ്പോൾ ലേഡി മൗണ്ട് ബാറ്റൻ ഗാന്ധിജീൻ്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ കീ വരുന്നത്. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ലാസ്റ്റ് തന്നിരിക്കുന്ന 6 എണ്ണത്തിൽ കറക്റ്റായത് ഏതാണെന്ന് ചൂസ് ചെയ്യാം. 4 എണ്ണം ചൂസ് ചെയ്താൽ മതി. ഇതാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് ലെറ്റർ നമ്മൾ എഴുതണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് 4 കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്താൽ മതിയല്ലോ. ഇതാണ് 4 എണ്ണം. ഗാന്ധിജീനെ ബഡേ അൻമനേപ്പൻ സെ മൗണ്ട് ബാറ്റൻ की बातें सुनी. गांधी जी को अपनी पुरानी गढ़ी बहुत पसंद थी. गांधी जी के स्वागत के लिए बड़ी तैयारियां की गई. गांधी जी अपना नाश्ता साथ लाए थे. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. തുടർന്ന് ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ സെക്കൻഡ് ടേം എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ചാനലിൽ എല്ലാ ക്ലാസ്സുകളുടെയും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാവരും നന്നായി പഠിച്ച് എക്സാം എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.